പൈതൃക മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ ചെമ്പ് സംസ്കരണ വിദ്യയെക്കുറിച്ച് പറയേണ്ടായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുരാതന ഭാരതത്തിൽ നിന്ന് ചെമ്പ് ധാരാളം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു ഇരുന്നു. ഇതിൽ ഹുയാൻസാൻ ഭാരതത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കണ്ട ഒരു കാഴ്ച പറയുന്നുണ്ട്. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ 85 അടി പൊക്കത്തിൽ ശ്രീബുദ്ധന്റെ ഒരു പ്രതിമ ഏതാണ്ട് 1 ടൺ കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ വെറും കോപ്പർ മാസ് അല്ലാതെ 85 അടി പൊക്കം വേണമെങ്കിൽ 1 ടൺ ഭാരം ആണ് അതിനുള്ളതെങ്കിൽ ആ ബുദ്ധപ്രതിമ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കാൻ സാധ്യത? ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടായിരിക്കാൻ സാധ്യത. ഈ 85 അടി പൊക്കമുള്ള 1 ടൺ ഭാരമുള്ള ഈ ചെമ്പിന്റെ പ്രതിമ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ കിഴക്കേ ഗേറ്റിലാണ് ഉണ്ടായിരുന്നതെന്നാണ് ഹുയാൻസാൻ എഴുതിയിരിക്കുന്നത്. അത്രയും വലിയൊരു കാസ്റ്റിംഗ് ഉണ്ടാക്കണമെങ്കിൽ ഇത്ര കോപ്പർ സംസ്കരിച്ച് മോൾഡ് ചെയ്ത് രൂപഭാവങ്ങൾ ഉണ്ടാക്കി അത് പ്രതിഷ്ഠിക്കണം എന്ന് ആലോചിച്ച് നോക്കാം. അല്ല, കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പോകാനും പാടില്ല. അതനുസരിച്ചിട്ട് റിവറ്റിങ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ വെൽഡിങ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സോൾഡറിങ് ചെയ്തിരിക്കണം. ഇതെല്ലാം ചെയ്ത് വളരെ വലിയ ഒരു പ്രതിമ ഉണ്ടാക്കാൻ പാകത്തിന് ഭാരതത്തിലെ കോപ്പർ മെറ്റലർജിക്കൽ പ്രോസസ്സിങ്ങും കോപ്പർ സ്മിത്തുകാരും അതേ പാടവത്തിലൂടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ പറയേണ്ടായി, തക്ഷശിലയിൽ നിന്ന് കുഴിച്ചെടുത്ത ഒരു കോപ്പർ ഷീറ്റ് അതുപയോഗിച്ച ശക്യമുനിയുടെ ഒരു ചെറിയ പ്രതിമ ഉണ്ടാക്കി. 8 ഇഞ്ച് പൊക്കാണത്രേ ശക്യമുനിയുടെ പ്രതിമയ്ക്കുള്ളായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ആ ശക്യമുനിയുടെ കോപ്പർ പ്രതിമയിൽ നഖം കൊണ്ട് വരച്ചാൽ ആ വര കാണും. നഖം കൊണ്ട് വരച്ചാൽ ഒരു കോപ്പർ വെസലിൽ വരണമെങ്കിൽ എന്തായിരിക്കാം കാരണം? അത്രയും സോഫ്റ്റ് കോപ്പറാണ്. മറ്റൊരർത്ഥത്തിൽ സോഫ്റ്റസ്റ്റ് കോപ്പർ ആണെങ്കിൽ അത് 99.99% ശുദ്ധമായിട്ടുള്ള കോപ്പറാണ്. കോപ്പറിനകത്ത്, ചെമ്പിനകത്ത് വേറെ ഏതെങ്കിലും ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ കോപ്പർ ഉടനെ ഹാർഡാവും. ഹാർഡായാൽ ഈ നഖം കൊണ്ടൊന്നും വരയ്ക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ വീട്ടിലുള്ള ചെമ്പ് പാത്രത്തിൽ നിങ്ങളുടെ നഖം കൊണ്ട് വരച്ചാൽ വല്ല വരയും വീഴുമെന്ന് നോക്കുക, ഒരിക്കലും വീഴില്ല. അപ്പൊ 8 ഇഞ്ച് മാത്രം പൊക്കമുള്ള ശക്യമുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധനാണെന്ന് തന്നെ തോന്നുന്നുണ്ട്. ശക്യമുനിയുടെ ഈ ചെറിയ പ്രതിമയില്, ഒരു പാവ മാതിരിയുള്ള പ്രതിമയില് എവിടെ നഖം കൊണ്ട് വരച്ചാലും ആ സ്ക്രാച്ച് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഏതാണ്ട് BC 100 ഉണ്ടാക്കിയ ആ ചെമ്പ് പ്രതിമയ്ക്ക്, ചെമ്പ് ഷീറ്റിന്റെ പ്രതിമയ്ക്ക് കൊടുക്കാൻ സാധിച്ച പ്യൂരിറ്റി ഓഫ് കോപ്പർ, ചെമ്പിന്റെ പരിശുദ്ധി ഇന്നത്തെ ലോകത്തിൽ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തായിരുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതേ ചെമ്പ് തന്നെ ഷീറ്റുകളാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു. ഇതേ ചെമ്പിനകത്ത് റിവറ്റിംഗ് നടത്തിയിരുന്നു. ഇതേ ചെമ്പ് മറ്റ് അലോയികൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇതേ ചെമ്പ് തന്നെ നമ്മളുടെ പഞ്ചലോഹത്തിലൂടെ പ്രതിമകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇതേ ചെമ്പ് തന്നെ ഔഷധത്തിന് ഉപയോഗിച്ചിരുന്നു. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഭാരതീയമായ അറിവെന്ന് പറഞ്ഞാൽ ഒരു കോർണറിൽ തുടങ്ങി ഒരു കോർണറിൽ അവസാനിക്കുന്നില്ല. ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി അനന്തമായിട്ട് വ്യാപിക്കുകയാണ്. ആ ചെമ്പിന്റെ ഷീറ്റുകൾ, ചെമ്പിന്റെ റോഡുകൾ, ചെമ്പിന്റെ ചിസിലുകൾ, ചെമ്പിന്റെ 100 കണക്കിന് തരത്തിലുള്ള പാത്രങ്ങൾ, ചെമ്പിന്റെ ചുറ്റിക, ചെമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ മനുഷ്യന് എന്തെല്ലാം സാധിക്കും അത് മുഴുവനും ഇപ്പൊ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 50 എണ്ണത്തിന്റെ പേര് പറയുന്നതിനേക്കാളും നല്ലത് മനുഷ്യൻ ഇന്ന് ജീവിതത്തിൽ ഉപയോഗിക്കുന്ന
സാധനങ്ങൾ, വീട്ടിനകത്തോ പുറത്തോ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം പേര് നിങ്ങൾ എഴുതി വയ്ക്കാം. എന്നിട്ട് ആ പേര് ഉള്ള ചെമ്പ് സാധനങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. കർണാടകത്തിൽ നിന്നാണോ ലഭിച്ചത്, ബാരാഗുണ്ടയിൽ നിന്നാണോ ലഭിച്ചത്, ദാരിബായിൽ നിന്നാണോ ലഭിച്ചത്, രജർ മൈനിൽ നിന്നാണോ ലഭിച്ചത്, അല്ല വേറെ ഏതെങ്കിലും കുട്ടൂരിൽ നിന്നാണോ ലഭിച്ചത്, തക്ഷശിലയിൽ നിന്നാണോ ലഭിച്ചത്, ഇതെല്ലാം കൃത്യമായിട്ട് പറയാൻ ഒരു വിഷമമില്ല. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? എല്ലാ തരത്തിലുള്ള കോപ്പർ മെറ്റലർജിക്കൽ പ്രോസസ് ഇവിടെ നിലനിന്നിരുന്നു. അതിനെ റീമോൾഡിങ് ചെയ്തിരുന്നു. മനുഷ്യന് ആവശ്യമുള്ള രൂപത്തിലും ഭാവത്തിലും ഉപകരണങ്ങളും പാത്രങ്ങളും ഗ്ലാസുകളും ലോട്ടകളും എല്ലാം നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ എത്രയാ? ബി സി 1500 2000 കാലയളവിലാണ് ചെയ്തിരുന്നത്. ഇതെല്ലാം നിങ്ങളോട് പറയുമ്പോഴേ എൻ്റെ മനസ്സിനകത്ത് നിറഞ്ഞൊരു ദുഃഖമുണ്ട്. പല ചരിത്രകാരന്മാരും പറയാറുണ്ട് BC 1000-ലും 1500-ലും ഒക്കെ നമ്മൾ സ്റ്റോൺ ഏജ് ആയിരുന്നു മനുഷ്യന്, ശിലായുഗ മനുഷ്യനായിരുന്നു എന്ന്. ഇവിടെ ഇന്നത്തെ കാലത്ത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പറ്റുന്നതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്ത ഭാരതീയര് 1500 BC-യിൽ ശിലായുഗ മനുഷ്യരായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ശിലായുഗ മനുഷ്യരെന്ന് വെച്ചാൽ എന്താണ്? ശിലകൾ ആയുധമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവർ. ഇവിടെ കോപ്പർ അലോയിയും അയേൺ അലോയിയൊക്കെ അത്ര ഭംഗിയായിട്ട് ഉപയോഗിച്ച് എന്തെല്ലാം ഉണ്ടാക്കിയിരുന്നവര് നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ആ കാലഘട്ടത്തിലെ ഈ വേദമൊക്കെ എഴുതിയത്, ആ കാലഘട്ടത്തിന്റെ ഒരു അംശത്തിലായി ദർശനങ്ങളൊക്കെ എഴുതിയത്, വേദാംഗങ്ങളും പാണിനിയൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തില് നമ്മളെല്ലാം ശിലായുഗ മനുഷ്യരായിരുന്നു എന്നും അതേപോലെ തന്നെ കോപ്പർ യുഗ മനുഷ്യരെന്നൊക്കെ പറഞ്ഞ് കുറെ പ്രത്യേക പേരുകൾ ഉപയോഗിച്ച് നമ്മളുടെ തന്നെ ചില ശാസ്ത്രജ്ഞന്മാർ നമ്മളെ അവഹേളിക്കുകയാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എത്രയാണ്? കോപ്പറിന്റെ യഥാർത്ഥത്തില് കോപ്പറിന്റെ എക്സ്കവേഷൻ, ഓഴ്സിന്റെ എക്സ്കവേഷൻ, അതിൻ്റെ പ്രോസസ്സിങ്, അതിൻ്റെ ഉപയോഗം, അതിൻ്റെ റിവറ്റിങ്, അതിൻ്റെ ലാമിനേഷന്, അതിൻ്റെ പ്ലേറ്റിങ്, ഇതിൻ്റെ സോൾഡറിങ്, കോപ്പർ വെൽഡിങ്, ഇനി ഇരുമ്പിന് ഏതെല്ലാം ചെയ്തിരുന്നു അതെല്ലാം കോപ്പറിനും ചെയ്യാനുള്ള കഴിവുള്ളവർ ഭാരതത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, അതുറപ്പാണ്. പെട്രോളും ഡീസലും ഉണ്ടായിരുന്നില്ല, അതും വായിച്ചിടത്തോളം ഒരു ഗ്രന്ഥത്തിലും കണ്ടിട്ടില്ല. പെട്രോളിയത്തിനെ പോലെ ഒരു ലിക്വിഡിനെ കുറിച്ച് അർത്ഥശാസ്ത്രത്തിൽ ചാണക്യൻ പറയുന്നുണ്ടെങ്കിലും അത് പെട്രോൾ ആണെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. ബാക്കിയുള്ളതെല്ലാം ഇന്നത്തെ പോലെ അന്ന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു എക്സാജറേഷൻ അല്ല. പല സാങ്കേതിക വിദ്യ ഇത്രയും ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കുന്നില്ലായിരിക്കാം, എന്നാലും ഉണ്ടാക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുത മാത്രമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനിയും നമ്മൾ കോപ്പറിനെ കുറിച്ച് തന്നെയായിരിക്കും അടുത്ത ക്ലാസ്സിൽ പറയുക എന്നുള്ളത് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീത പ്രണാമം. നമസ്കാരം.